ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ദം ബിരിയാണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടി നമുക്ക് ഒരു ക്രഷറിലിട്ട് നമുക്ക് ചതച്ചെടുക്കണം. ഇതിനായി നമുക്ക് 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില ഇത് നമുക്ക് ക്രഷറിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയുള്ളി ഒരു 20 ചെറിയുള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ ക്രഷറിലിട്ട് നമുക്ക് ചതച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെച്ച ബസുമതി അരിയാണിത്. ഞാൻ 2.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കാം നമുക്ക് ഫസ്റ്റ്. അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിൽ ഈ കാണുന്ന പോലെ 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് ഇത്രയും സാധനം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിക്ക് ഒരു സ്മെല്ല് ബിരിയാണി സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കായ് ഇടുമ്പോൾ നമുക്ക് ഇതേപോലെ നടു പിളർന്നിട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ അതിൻ്റെ ഫ്ലേവർ മൊത്തം അരിക്കും വെള്ളത്തിലേക്കും പിടിക്കുള്ളൂ. എന്നാലേ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അധികം ഏലക്കായ് ഇടേണ്ട ആവശ്യമില്ല, 3 അല്ലെങ്കിൽ 4. പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് ഗ്രാമ്പുവാണ്. ഇവിടെ ഞാൻ 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതിനുശേഷം പട്ട ഒരു 4-5 പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച അരി നമുക്കിതിലേക്ക് ഇടാം. ഇത് 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി എപ്പോഴും നമ്മൾ ഓൾറെഡി നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെക്കുക, അല്ലെങ്കിൽ അരി പൊട്ടിപ്പോകും. അതുകൊണ്ട് ആദ്യം അരി നന്നായി വൃത്തി കഴുകുക. അതിനുശേഷം നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെക്കുക. ഇതിലേക്ക് നമ്മളിത് അടുത്ത ആഡ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ നെയ്യാണ്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ പരസ്പരം ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. നല്ല എല്ലാം വേറിട്ട് നമുക്ക് കിട്ടും. അപ്പം നെയ്യ് ഒഴിച്ച് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നല്ല അടിപൊളിയായി വെന്ത് കിട്ടുകയും ചെയ്യും. വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 7 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുമ്പള ഇലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു ഉപ്പ് വെള്ളത്തിന് മുന്നിൽ നിൽക്കണം, എന്നാലേ അരിക്ക് കുറച്ച് പിടിക്കുള്ളൂ. കാരണം നമ്മളെന്തായാലും ഈ വെള്ളം ഊറ്റിക്കളയും. ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ്. നമുക്കിതിപ്പോൾ 3/4 വേഗമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാളയും കാഷ്യൂനട്ടും ബ്രെഡും നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതിനുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ 6 സവാള എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നത് ഒരു കുറച്ച് സവാള എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ ബിരിയാണിയുടെ മുകളിൽ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കാഷ്യും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബ്രെഡും. ഇത്രയും വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. ഇതിന് സെയിം ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അതിലേക്കാണ് ഞാൻ ഇപ്പോൾ 2 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു സ്മെല്ല് പോന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4-5 സവോള ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയുള്ളിൻ്റെ കൂടെ സവോളയും ഞാൻ അരിഞ്ഞു വെച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ചെറിയുള്ളി. ഇൻ കേസ് ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 സവോള നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ചെറിയുള്ളി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
സവാള ഇതുപോലെ നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉപ്പിടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള എത്രത്തോളം വഴണ്ട് കിട്ടുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയുടെ ഈ മസാലയ്ക്ക്. അപ്പം കഴിവതും നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിട്ട് നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/4 സ്പൂണ് നല്ല മുളക് പൊടി. ഇതിന് കുറച്ച് എരിവ് കൂടുതലാണ്. അപ്പോൾ ഇത് എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂണ് ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്, 1 സ്പൂണ്. ഇതിട്ട് നല്ലോണം നമുക്ക് പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് മസാലയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ ആണ്. തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഇത് നല്ലോണം വഴണ്ട് കിട്ടണം നമുക്ക്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഞാൻ തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം തക്കാളി ഇട്ട് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതുപോലെ സവോളയും ടൊമാറ്റോയും മസാല നല്ലോണം മിക്സായി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ശരിക്കും മെയിൻ സ്മെല്ല് വരുന്നൊരു സാധനം. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് പുതിനയിലയും മല്ലിയിലയും. അത് അരിഞ്ഞു വെച്ച് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുതൽ ഒരു പിടി. അത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. 2 സ്പൂൺ തൈരാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ഒരു 6 എഗ്ഗാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ് നേരത്തെ. എഗ്ഗ് ആഡ് ചെയ്തതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ മസാല ഇതിൻ്റെ ഉള്ളിൽ ചേർന്ന് പിടിക്കുന്നതിന് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും ജസ്റ്റ് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. അപ്പം മസാലയിൽ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം ചേർന്ന് നന്നായി പിടിച്ചോളൂ. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തന്നെ എല്ലാവിധ മസാലയും എല്ലാം എഗ്ഗിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. 2-3 മിനിറ്റിലേക്ക് നമുക്കിത് അടച്ച് വെക്കാം. ഓക്കെ, ഇതെല്ലാം നല്ലോണം മസാലയൊക്കെ എഗ്ഗിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് എന്തായാലും വേണം ഗ്രേവിക്ക്, എന്നാലേ നമുക്ക് ദമ്മ ഉണ്ടാക്കാൻ കറക്റ്റായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ദം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു വലിയ പാത്രം എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് നെയ്യ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തുടച്ച് കൊടുക്കാം. അടിയിൽ നെയ്യ് നല്ലോണം പറ്റി പിടിക്കണം ദമ്മ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഇതുപോലെ നമുക്ക് നെയ്യ് ഒഴിച്ച് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നേരത്തെ 1/4 വേവിൽ വേവിച്ചെടുത്ത ബസുമതി റൈസാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ദം ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് റൈസ് കുറച്ച് അടിയിലിട്ട് കൊടുക്കാം. ഒരു ലെയർ മാതിരി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എഗ്ഗിൻ്റെ മസാലയാണ്. ഇതുപോലെ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് എഗ് മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി
എല്ലാ ഭാഗത്തും നമുക്ക് മസാല ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും കാഷ്യൂനട്ടും ബ്രെഡുമാണ്. ഇത് മൂന്നും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേമാതിരി നമുക്ക് എല്ലാ റൈസും എല്ലാ എഗ് മസാലയും വറുത്ത് വെച്ച എല്ലാ ഉള്ളിയും കാഷ്യൂനട്ടും എല്ലാം നമുക്ക് ഇതേപോലെ ദം ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ദം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ റൈസ് 3/4 വേവിൽ വേവിച്ചെടുത്തത്. ബാക്കി വേവ് ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. ഇതേമാതിരി ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫുൾ എല്ലാ മസാലയും റൈസും എല്ലാം ഇട്ടുള്ള ഫുൾ സെറ്റപ്പ് ഇതാണ്. ഇതിലേക്ക് നമുക്ക് 2-3 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം അടച്ചു വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു ദോശക്കല്ല് വെച്ച് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അതിൻ്റെ ഫൈനൽ സെറ്റപ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളതെന്ന്. ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നല്ലോണം എയർ ടൈറ്റ് ആക്കിയിട്ട് നല്ലോണം കവർ ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ മുടിയും കൂടി വെച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ടുണ്ടാവും. ഇത് നമുക്കൊരു അരമണിക്കൂർ നമുക്ക് ദം ചെയ്തെടുക്കാം. ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ തയ്യാറാക്കിയാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ദം പൊട്ടിക്കാൻ പോവുകയാണ്. ഓഹ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. കണ്ട, റൈസെല്ലാം പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറ്റി പിടിച്ചിട്ടില്ല, ചീഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കണം. എന്നിട്ട് മെസ്സേജ് ചെയ്യണം എനിക്ക്. താങ്ക് യു.